ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സാരിയോട് പറയാണ്, എല്ലാം അവളുടെ അഭിനയമാണ് മോളെ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നത് സത്യമാണോ അമ്മേ എന്ന് സാരിയോട് ചോദിക്കുമ്പോഴേക്കും അതേന്നെ, ഞാൻ എൻ്റെ ഈ രണ്ട് ചെവി കൊണ്ട് കേട്ടതാ രാഹുലേട്ടൻ പാത്തും പതുമ്മയും രൂപയെടുത്ത് സംസാരിക്കണത് എന്ന് പറയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോഴേക്കും സാരിയോ പറയണ്ട, അപ്പോൾ അച്ഛൻ്റെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലേമേ, അച്ഛനപ്പം മെൻ്റലൊന്നും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തൊരു ചെറിയ തകരാറുണ്ട് മോളെ, അല്ലെങ്കിൽ നമ്മുടെ മനുമോനെ അങ്ങനെയൊക്കെ പറയോ. എന്തായാലും രൂപയുടെ കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം, എന്തായാലും കുഴപ്പമൊന്നുമില്ല, അത് നിന്റെ അച്ഛൻ്റെ വായ തന്നെ നമ്മൾ കേട്ടല്ലോ എന്ന് പറയുമ്പോൾ സരയും ആലോചിക്കാട്ടോ വിഷുവിൻ്റെ സമയത്ത് നടന്ന സംഭവങ്ങൾ. അതായത് സരയും ഷാരിയും കൂടി രൂപയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ സേനും കിരണും കല്യാണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് അവിടെ കണ്ടു കഴിഞ്ഞിട്ട് അതിവിടെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴേക്കും രാഹുൽ ഒന്നും ഞെട്ടി പോലുമില്ല. ആ സമയം അത് ആലോചിക്കുകയാണ് സരയു. അതിനുശേഷം സരയു പറയുന്നുണ്ട്, ആമേ അത് ചിലപ്പോൾ സത്യമായിരിക്കും, എനിക്കിപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞങ്ങൾ അന്ന് ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ ആ സേൻ എന്ന് പറഞ്ഞ ആളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, അയാളെ കണ്ട കാര്യമൊക്കെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനത് വലിയ കുലുക്കൊന്നും ഇല്ലായിരുന്നു. അതേ മോളെ, അത് അവരുടെ അഭിനയം എന്ന് പറയുമ്പോൾ എങ്കിലും ആൻറ്റി എന്ത് നന്നായിട്ടാണ് അഭിനയിക്കണത്, പിന്നെ അവളുടെ അഭിനയം കണ്ട് ആരും വിശ്വസിച്ച് പോകുമെന്ന് പറയാണ്. ദേ മോളെ, എന്തായാലും പകുതി സ്വത്തുക്കൾ അവളുടെ പേരിൽ പോയി, ആ സോണിയുടെയും ആൽബിയുടെയും പേരിൽ ബാക്കി പകുതി സ്വത്തുക്കളുണ്ട്, അതെങ്ങനെയെങ്കിലും നീ കൈക്കലാക്കണം എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ ഞാൻ ഏറ്റു അമ്മേ, അമ്മ നോക്കിക്കോ, ആ ബാക്കി പകുതി സ്വത്ത് ഞാൻ എന്തായാലും കളയില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ആൻറ്റിനെ ഒന്ന് പോയി കാണാം എന്ന് പറയുവാണ്. ശരി മോളെ, എന്നാലും അവളുടെ അഭിനയേ ഭയങ്കരം തന്നെ എന്ന് പറയാണ്. അതേന്നേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടി നേരെ പോണത് രൂപയുടെ വീട്ടിലേക്കാട്ടോ. രൂപ വാതിൽ തുറക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഷാരിനെയും സരയുനെയാണ് കാണുന്നത്. ആഹാ, നിങ്ങളോ, എന്താ എന്നെ വഴക്ക് പറയാൻ വേണ്ടി വന്നതാണോ എന്ന് രൂപ ചോദിക്കുമ്പോൾ അയ്യോ എല്ലെന്നേ എന്ന് പറഞ്ഞിട്ട് സരയും ഷാരി അകത്തേക്ക് കയറുകയാണ്. ഷാരി പറയുന്നുണ്ട്, ദേ ഇവൾക്ക് എന്തൊക്കെ പറഞ്ഞാലും നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ഇവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് രൂപ പറയുന്നുണ്ട്, എന്നിട്ട് എന്നെ ഒരിക്കലും കാണണ്ട, എന്തൊക്കെയാ നിങ്ങളെന്നാ വിഷുവിൻ്റെ സമയത്ത് പറഞ്ഞത്, ആൻറ്റിക്ക് ഒത്തിരി വിഷമോയോ എന്ന് സരയു ചോദിക്കുമ്പോൾ പിന്നെ വിഷമാവാതിരിക്കോ, ഞാനന്ന് ഒരുപാട് വിഷമിച്ചായിരുന്നു, അന്ന് ഞാൻ രാഹുലേട്ടനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞും ചെയ്തായിരുന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് സരയു പറയുന്നുണ്ട്, എന്തൊക്കെ പറയാലും ആൻറ്റിയുടെ മക്കളെക്കാളും ഏറെക്കുറെ സ്നേഹിച്ചത് എന്നെയാണല്ലോ, അതുകൊണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാനും മനുവേട്ടൻ അമേരിക്കയിലേക്ക് പോകുമ്പോൾ അച്ഛനും അമ്മേനെയും കൊണ്ടുപോയില്ലെങ്കിലും ആൻറ്റീനെ തീർച്ചയായിട്ടും കൊണ്ടുപോകും എന്ന് പറയുവാണ്. ആ സമയത്ത് രൂപക്ക് ചെറിയൊരു സംശയം പോലെ തോന്നും കേട്ടോ, ഇവരെന്തായി പെട്ടെന്നൊരു സ്നേഹം കാണിക്കണത്. രൂപ ചോദിക്കുന്നുണ്ട്, രാഹുലേട്ടൻ നിങ്ങളുടെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സരയും ഷാരിയും പരസ്പരം ചിരിക്കാട്ടോ. എൻ്റെ രൂപേ, അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കോ, അയാൾക്ക് മെൻ്റലല്ലേ എന്ന് പറയുവാണ്. ഓ ശരി എന്ന് രൂപ പറയുന്നുണ്ട്. ആ സമയത്ത് സരയു പറയുന്നുണ്ട്, ആൻറ്റി ഇനി ആ സേനനും കിരണും കല്യാണിനും ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്നെ വിളിക്കണം, എനിക്ക് ആൻറ്റിനെ വന്ന് കാണാലോ. അവരെ അപ്പോഴേക്കും നമ്മുടെ രൂപ പറയുന്നുണ്ട്, അവരെന്തായാലും അകറ്റി നിർത്തുന്നില്ല, അവരെപ്പോൾ വേണമെങ്കിലും ഇവിടെ വരും എന്ന് പറയുമ്പോൾ ആ ഷാരിയും സരയും ചിരിക്കും കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, ശരി ആൻറ്റി, എന്തായാലും ആൻറ്റീനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഇനി ആൻറ്റി അടുത്ത് വരും, നോക്കിക്കോ, എനിക്ക് സ്വത്തുക്കളൊന്നും അല്ല ആൻറ്റി വേണ്ടത്, ആൻറ്റിനെയാണ് വേണ്ടത്. സ്വത്തുക്കളൊക്കെ വേണ്ടവർ പെട്ടെന്ന് ദിവസം ആൻറ്റി അടുത്ത് കൂടിയല്ലോ, അവർക്ക് ആ സ്വത്തുക്കളും കാര്യങ്ങളും വേണ്ടത്. കല്യാണത്തിന് മുമ്പേ അവളതൊക്കെ എഴുതി എടുത്തും ചെയ്തില്ല പകുതി സ്വത്തുക്കൾ, എനിക്ക് എന്തായാലും ആൻറ്റിയുടെ സ്വത്തുക്കളൊന്നും വേണ്ട, ആൻറ്റീനെ മതി, എന്തായാലും ഞങ്ങൾ ഇനി വരാം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഷാരി സരി അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അതിനുശേഷം ഷാരിയും സരിയും പരസ്പരം പറയുന്നുണ്ട്, എന്തായാലും ഇവളെ സ്നേഹിച്ച് ഇവളെ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിലാക്കണം, എന്നിട്ട് ചേട്ടനും അതുപോലെ തന്നെ അനിയത്തിയും കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കി പൊട്ടിച്ചിരിക്കുകയും കാര്യമൊക്കെ ചെയ്യട്ടെ, രണ്ടുപേർക്കും മെൻ്റലായിക്കോളൂ എല്ലേടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം ചിരിച്ചിട്ട് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോവാണ്. രൂപ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എന്തായാലും അവർ പെട്ടെന്ന് എന്തായിരിക്കും ഇങ്ങനെ വന്നത്, എന്തൊക്കെയോ ഒരു പണി ഒപ്പിക്കുന്നുണ്ടാകും എന്നൊക്കെ രൂപ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും കേട്ടോ. അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ തന്നെ രൂപ നേരെ പോണത് കല്യാണിനെ കാണാൻ വേണ്ടിയിട്ടാണ്. കല്യാണെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവരെന്തായിരിക്കും പെട്ടെന്ന് വന്നത്, അത് സ്നേഹത്തോടെ, അതുകൊണ്ട് എന്തായാലും സൂക്ഷിക്കണം മോളെ, അവർ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് കല്യാണി പറയുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്ത് എന്ത് അവരത് പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ അവർത്തങ്ങനെ വിട്ടു പറഞ്ഞൊന്നുമില്ല, എന്നാലും പെട്ടെന്ന് അവർ സ്നേഹിക്കാൻ വന്നപ്പോഴേക്കും എന്തോ ഒരു വശപശക്ക് എനിക്ക് തോന്നി. മാത്രമല്ല അയാളുണ്ടല്ലോ ആ ബകാസുരൻ ജയിലിൽ കിടക്കുന്നത്, അയാൾ ഏതൊക്കെ രീതിയിലാണ് സോണിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി നോക്കിയത്, അയാളെ ഞാൻ വെറുതെ വെക്കില്ല മോളെ. അത് മാത്രമല്ല ആ ഡോക്ടർ ഉണ്ടല്ലോ മെൻ്റൽ ഹോസ്പിറ്റലിൽ, അയാൾ വിധി എഴുതി കഴിഞ്ഞു, അയാൾക്ക് ചെറുതായിട്ട് തലയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്, അതുകൊണ്ട് ബകാസുരനെ നമ്മളെല്ലാവരും ഇനി സൂക്ഷിക്കണം,
അയാൾ എന്ത് ചെയ്താലും ഇനി അയാൾക്ക് വല്ല ശിക്ഷയൊന്നും കിട്ടില്ലല്ലോ. മെന്റൽ രോഗിയാണെന്ന് ഡോക്ടർ വിധി എഴുതി കഴിഞ്ഞു. ഇനി അയാൾ എന്ത് ചെയ്താലും മെന്റൽ രോഗിയാണ് എന്ന രീതിയിൽ അയാൾക്ക് അതിനൊക്കെ തട്ടിമാറാം. അതുകൊണ്ട് മോളെ നീയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറയുവാണ്. നിന്നെ ഒഴിവാക്കിയിട്ട് കിരണിനെയും സരയുവിനെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം, അതാണ് അയാളെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ കല്യാണം ഒന്ന് പുച്ഛിച്ചു ചിരിക്കുവാണ്. എനിക്ക് പേടിയൊന്നും ഇല്ലമ്മേ. എന്തിനാ ഞാൻ മരണത്തിനെ പേടിക്കുന്നത്? ജനിച്ച അന്ന് മുതൽ ഞാൻ ശരിക്കും പറഞ്ഞ മരണത്തോട് മല്ലടിക്കുകയല്ലായിരുന്നോ? ജനിച്ചപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ അയാള് പ്രകാശൻ എന്നെ ഏത് കുപ്പപ്പാട്ടയിലും അതുപോലെ തന്നെ പുഴയിലൊക്കെ എറിയാൻ നോക്കിയതല്ലേ അമ്മേ. കല്യാണം കഴിഞ്ഞപ്പോൾ കിരണിൻ്റെ അങ്കിളും എന്നെ അങ്ങനെയൊക്കെ തന്നെ, അങ്കിളും സരയും അതുപോലെ ഷാരിയൊക്കെ എന്നെ അങ്ങനെ തന്നെയാണ് ഇത്ര പ്രാവശ്യമേ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കിയത്. ആയുസിന് നീളം ഉണ്ടെങ്കിൽ ഇതൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എങ്കിലും മോള് സൂക്ഷിക്കണം. എനിക്ക് പേടിയൊന്നുമില്ല മെയിൻ എന്തെങ്കിലും സംഭവിച്ചാലും. ഞാൻ എന്തായാലും അമ്മ പറഞ്ഞ പോലെ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറയാണ്. അമ്മയെ സൂക്ഷിക്കണം. ശത്രുക്കളായിരുന്ന ആൾക്കാർ പെട്ടെന്ന് അടുക്കാൻ വരുമ്പോൾ എന്തോ ഒരു ചതി ഉണ്ടെന്ന് പറയാണ്. ശരി മോളെ, മോളെന്ന് സൂക്ഷിച്ചു പോന്ന് പറയുന്നുണ്ട്. അങ്ങനെ കല്യാണി വണ്ടി എടുത്ത് നടന്ന് പോകുമ്പോൾ രൂപക്ക് എന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നുവാണ്. അങ്ങനെ കല്യാണി നേരെ വീട്ടിലേക്ക് എത്തുക കേട്ടോ. വീട്ടിലേക്ക് എത്തുന്ന കല്യാണിനെ കാണാൻ വേണ്ടി അവിടേക്ക് അപ്പം തന്നെ സരയു വരുന്നുണ്ട്. സരയു വന്നിട്ട് ബെല്ലടിക്കുവാണ്. കല്യാണിയാണ് വാതിൽ തുറക്കണം. എന്താന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ വന്നതാ. എന്താ കാര്യം ചോദിക്കുമ്പോൾ നിനക്കറിയാലോ എൻ്റെ അച്ഛൻ മെൻ്റൽ ഹോസ്പിറ്റലാണ്, അതിനിപ്പോൾ ഞാൻ എന്തോ ചെയ്യണോടി എന്ന് കല്യാണി ചോദിക്കുമ്പോൾ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്കിപ്പോൾ നിങ്ങളുടെ താഴത്ത് ഒരു ദേഷ്യവും ഇല്ല. സത്യം പറഞ്ഞാൽ ദേഷ്യത്തിന് പശ്ചാത്താപം എനിക്കിപ്പോൾ. നിങ്ങൾക്ക് തരാൻ എന്തുമാത്രം ദ്രോഹം ചെയ്തിട്ടുള്ളൂ, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് നീയൊക്കെ എങ്ങനെ മാറാനാടി എന്ന് കല്യാണി പറയാണ്. നിന്റെയൊക്കെ മനസ്സിൽ എപ്പോഴും വിഷം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയണം. അപ്പൊ തന്നെ കിരൺ വരുന്നുണ്ട്. എന്താ കാര്യം കല്യാണിയും ചോദിക്കും. ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ? എല്ലാ കിരണേട്ടാ, ഇവൾക്ക് വല്ലാത്ത പശ്ചാത്താപമെന്ന് നമ്മുടെ അടുത്ത് ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാ. ആര്? ഇവളോ എന്ന് കിരൺ പറയാണ്. എടി നീയൊക്കെ അപ്പുറത്തെ വീട് മേടിച്ചത് തന്നെ ഞാനും കല്യാണിയും ഇവിടെ നിന്ന് കൂട്ടക്കരച്ചിലുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ എടി. പക്ഷെ ഉണ്ടായതോ നിങ്ങളുടെ തകർച്ചയാണ്. ഒരാളിപ്പോ മെന്റൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ അല്ലേ എന്ന് പറയാണ്. വൈകാതെ നീയൊക്കെ മെന്റൽ ഹോസ്പിറ്റലിൽ ആവോടി എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ കുത്തിന്ന് ചോദിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ നിങ്ങളുടെ ഒരു ശത്രുതയില്ല എന്ന് സരയു പറയാണ്. അതിനുശേഷം കല്യാണി പറയണ്ടേ, എടി എനിക്ക് സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് വർഷങ്ങൾ. സൗണ്ട് കിട്ടും വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ. പക്ഷെ ഞാൻ കള്ളമൊന്നും അധികം പറയാറില്ലടി. കള്ളമൊന്നും പറയാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ആവശ്യവും എനിക്കില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളൊക്കെ ജനിച്ചപ്പോഴേ നിങ്ങൾക്ക് നാവുണ്ടല്ലോ, പക്ഷെ നിങ്ങൾക്കൊക്കെ അതുകൊണ്ട് എന്താടി ഉപകാരം? വെറുതെ കള്ളം പറയാനും മറ്റുള്ളവരുടെ ഏഷണി പറയാനും മാത്രം നീ അതൊക്കെ ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇവളുടെ നാവ് ഇവളെ തന്നെ ശപിക്കുന്നുണ്ടാവും കല്യാണി ഇത്രയും കള്ളം പറയണതിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സരയു പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇപ്പോൾ വന്നതേ സോണിയുടെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അവരെ വിരുന്നിനെ വിളിക്കണമല്ലോ. സോണിനെയും മാൽബീനെയും എന്തായാലും വിരുന്നിനെ വിളിക്കണം. അതിൻ്റെ കൂടെ നീയും കല്യാണിയും നിങ്ങളുടെ കുഞ്ഞും എല്ലാവരും വരണം. എന്തിനാണ് ഞങ്ങളെല്ലാവരും വരണത് എന്ന് കിരൺ ചോദിക്കുകയാണ്. എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് വിശന്ന് കൊല്ലാനായിട്ടാണോ? എന്തിനാ കിരണ നീ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്തായാലും നീ പോവാൻ നോക്ക് എന്ന് പറയാണ്. എങ്കിൽ ശരി ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞിട്ട് സരി അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. സരി പോയി കഴിയുമ്പോഴേക്കും കല്യാണിയുടെ കിരൺ ചോദിക്കണ്ട്, ആരെങ്കിലും മുമ്പിൽ വന്ന് കരഞ്ഞാലോ പശ്ചാത്താപം കാണിച്ചാലോ നിന്റെ മനസ്സ് മാറണയാണല്ലോ കല്യാണി, ഇപ്പം എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതൊക്കെ പണ്ടത്തെ കല്യാണി. ഇപ്പം എനിക്ക് അതിലൊന്നും മനസ്സലിയില്ല കിരണേട്ട. എനിക്ക് നല്ലത് ഏതാണ് ചീത്തത് ഏതാണ് അതിലെല്ലാത്തിനും നന്നായിട്ട് തിരിച്ചറിയാനും വേർതിരിച്ച് മാറ്റാനൊക്കെ ഇപ്പം ഈ കല്യാണിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് കല്യാണി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ പ്രൊമോയിൽ കണ്ട ഭാഗം ഇന്ന് കാണിക്കുന്നില്ല കേട്ടോ. അതായത് ഡോക്ടറോട് പോയിട്ടൊരു പറയുമല്ലോ, ആ ഭാഗം ഞാൻ വേണമെങ്കിൽ പറയാം. അതായത് രാഹുലിനെ കാണാൻ വേണ്ടി രൂപ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്. അപ്പോൾ രാഹുൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഡോക്ടറോട് പറയണം എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി നീ പറഞ്ഞ ഡോക്ടർ വിശ്വസിക്കും രൂപയെന്ന് പറയാണ്. ശരിയായിട്ടാ, ഞാൻ പറഞ്ഞു നോക്കാൻ വേണ്ടി രൂപ ഡോക്ടറടുത്ത് പോയിട്ട് ഡോക്ടറോട് പറഞ്ഞ നേരെ തിരിച്ചാട്ടോ. അയാൾക്ക് നല്ല എന്തോ കുഴപ്പമുണ്ടോ ഡോക്ടറെ, പെട്ടെന്നൊന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടോ, അസുഖം ഫുള്ള് മാറിയിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി എന്നൊരു പണി രൂപ കൊടുക്കുന്നുട്ടോ. ആ പ്രൊമോ ഇന്നലെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ എപ്പിസോഡിൽ ആ ഭാഗമില്ല. നാളെ ആയിരിക്കും ആ ഭാഗം. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.